I have gone, I have been. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇവ തമ്മിലുള്ള ഡിഫറൻസിനെ കുറിച്ചാണ്. അപ്പോ എന്താണ് വ്യത്യാസം എന്ന് നോക്കാം, അതുപോലെ തന്നെ എവിടെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചേ, ഗോൺ, ബീൻ എന്നീ വേർഡ്സിൽ മാത്രമേ ഡിഫറൻസസ് ഉള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണല്ലേ. ഐ ഹാവ് ഗോൺ, ഐ ഹാവ് ബീൻ. ഒരു സെന്റൻസ് ആക്കാം. ഐ ഹാവ് ഗോൺ ടു അമേരിക്ക. I have been to America. ഒരേ സെന്റൻസ് ആണ് തന്നിരിക്കുന്നതില്. ഗോൺ, ബീൻ എന്നീ വേർഡ്സിന് മാത്രമേ വ്യത്യാസമുള്ളൂ. ഐ ഹാവ് ഗോൺ ടു അമേരിക്ക എന്ന് പറഞ്ഞാല് ഒരു ജേണി. ഇവിടെ അമേരിക്ക എന്ന് തന്നിട്ടുണ്ട്, സ്പീക്കർ പോയിട്ടുണ്ട്, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. The speaker has not returned yet. അതാണ് ഐ ഹാവ് ഗോൺ ടു അമേരിക്ക എന്ന് പറയുന്നതിന്റെ മീനിങ്. എന്നാൽ ഐ ഹാവ് ബീൻ ടു അമേരിക്ക എന്ന് പറഞ്ഞാല് സ്പീക്കർ പോയിട്ടുമുണ്ട്, തിരിച്ചെത്തിയിട്ടുമുണ്ട്. ആ ജേണി ഇവിടെ കംപ്ലീറ്റഡ് ആണ്. ഞാൻ ഒന്നുകൂടി പറയാം. ഐ ഹാവ് ഗോൺ ടു അമേരിക്ക എന്ന് പറഞ്ഞാൽ പോയിട്ടുണ്ട്, തിരിച്ചിതുവരെ എത്തിയിട്ടില്ല. ഐ ഹാവ് ബീൻ ടു അമേരിക്ക എന്ന് പറഞ്ഞാല് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ തിരിച്ചെത്തിയിട്ടുമുണ്ട്. ഇനി ഇവിടെ നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന വേർഡ് ബീൻ എന്നാണ്. നോക്കാം. നമ്മൾ ചില സെന്റൻസുകളിൽ കണ്ടിട്ടുണ്ട്, ഐ ഹാവ് ബീൻ walking since morning. I have been walking since morning. അടുത്ത സെന്റൻസ് നോക്കാം. The baby has been sleeping for 2 hours. തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇതിന്റെ അർത്ഥം. ഐ ഹാവ് ബീൻ വർക്കിംഗ് സിൻസ് മോർണിംഗ്, രാവിലെ മുതൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ ബേബി ഹാസ് ബീൻ സ്ലീപ്പിംഗ് ഫോർ 2 hours. 2 മണിക്കൂറായിട്ട് കുട്ടി എന്ത് ചെയ്യാണ്? ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മള് നേരത്തെ പറഞ്ഞ ബീൻ കാണുന്നുണ്ട് അല്ലെ. ഐ ഹാവ് ബീൻ, ദ ബേബി ഹാസ് ബീൻ. എന്നാല് ഈ ബീനും നമ്മൾ ആദ്യം പറഞ്ഞ ബീനും തമ്മിൽ ഡിഫറെന്റ് ആണ്. ടു ബി എന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഇവിടെ ബീൻ. ടു ബി എന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ബീൻ എന്ന വേർഡ്. കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാനാണ് ഈ സെന്റൻസസ് ഞാൻ തന്നത്. ഇവിടെ എഴുതിയിരിക്കുന്ന ബീൻ ടു ബി എന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അപ്പോ ആദ്യം പറഞ്ഞ സെന്റൻസിലെ ബീൻ നോക്കാം അല്ലെ. നോക്കിയേ, ഐ ഹാവ് ഗോൺ, ഐ ഹാവ് ബീൻ. ടു ഗോ എന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഗോൺ. ടു ഗോ എന്ന വെർബിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് ഗോൺ. ടു ഗോ എന്ന വെർബിന് ഗോൺ എന്ന് മാത്രമല്ല ബീൻ എന്നൊരു പാസ്റ്റ് പാർട്ടിസിപ്പിൾ കൂടിയുണ്ട്. ഞാൻ ഒന്നുകൂടി പറയാം. ഇത് രണ്ടും ഒരേ വെർബിന്റെ തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ചില സിറ്റുവേഷൻസിൽ ഒരേ അർത്ഥത്തിൽ നമ്മൾ ഈ വേർഡ്സ് യൂസ് ചെയ്യാറുണ്ട്. എന്നാൽ ട്രാവലിംഗ് റിലേറ്റഡ് ആയിട്ട് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ഡിഫറൻസിലാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഐ ഹാവ് ഗോൺ ടു ഡൽഹി. I have gone to Delhi. I have been to Delhi. എന്താണ് ഡിഫറൻസ്? ഐ ഹാവ് ഗോൺ ടു ഡൽഹി എന്ന് പറഞ്ഞാൽ പോയിട്ടേ ഉള്ളൂ, തിരിച്ച് വന്നിട്ടില്ല. ഐ ഹാവ് ബീൻ ടു ഡൽഹി എന്ന് പറഞ്ഞാൽ പോയിട്ടുമുണ്ട്, തിരിച്ചെത്തിയിട്ടുമുണ്ട്. ആദ്യത്തെ സെന്റൻസിൽ ആ ജേർണി കംപ്ലീറ്റഡ് അല്ല, എന്നാൽ രണ്ടാമത്തെ സെന്റൻസിൽ ആ ജേർണി അവിടെ കംപ്ലീറ്റഡ് ആണ്. അപ്പൊ ഡിഫറൻസ് ക്ലിയർ ആയെന്ന് കരുതുന്നു. ഐ ഹാവ് ഗോൺ, ഐ ഹാവ് ബീൻ. താങ്ക് യു.